എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 56-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 56. തവാപർണേ കർണേജ നയനപൈശൂന്യചകിത നീലിയന്തേ തോയേ നിയതമനിമേഷാ ശഫരിക ഇയം ച ശ്രീബദ്ധച്ഛത പുടകവാടം കുവലയം ജഹാതി പ്രത്യുഷേ നിശിച വിഘടയ്യ പ്രവിശതി. തവാപർണേ തവ അപർണേ കർണേജപ നയന പൈശൂന്യചകിത നീലിയന്തേ തോയേ നിയതം അനിമേഷാ ശഫരിക ഇയം ച ശ്രീർബദ്ധച്ഛത പുടകവാടം കുവലയം ജഹാതി പ്രത്യുഷേ നിശി ച വിഘടയ്യ പ്രവിശതി. തവ അപർണേ, അല്ലയോ പാർവതി, അല്ലയോ പാർവതി. പെൺമീനുകൾ നിന്തിരുവടിയുടെ കർണപര്യന്തം നീണ്ടുകിടക്കുന്ന നയനങ്ങളുടെ ഏഷണിയെ ഭയപ്പെട്ട് കണ്ണു ചിമ്മാതെ ജലത്തിനുള്ളിൽ ഒളിച്ചു കിടക്കുന്നു. ഇപ്പോൾ ദേവിയുടെ കണ്ണുകളെക്കുറിച്ചാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അല്ലയോ പാർവതി ദേവി, അല്ലയോ ജഗദംബികെ, പെൺമീനുകൾ നിന്തിരുവടി. അപ്പം ദേവിയുടെ കണ്ണുകൾ നിന്തിരുവടിയുടെ കർണം വരെ നീണ്ടു കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേവിയുടെ കണ്ണ് നല്ല നീളമാണ്. അതെവിടെ വരെ ചെല്ലുന്നുണ്ട്? ചെവിയുടെ അടുത്ത് വരെ ചെല്ലുന്നുണ്ട്. അപ്പം ദേവിയുടെ ചെവിയുടെ അടുത്ത് വരെ നീണ്ടു കിടക്കുന്ന നയനങ്ങളുടെ ഏഷണിയെ ഭയപ്പെട്ട് ഏഷണി എന്ന് വെച്ചാൽ ദേവി എന്തുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്? ദേവി എന്തേലും ഏഷണി പറയുമായിരിക്കും എന്ന ഈ മീനുകൾ ഭയപ്പെട്ട് കണ്ണ് ചിമ്മാതെ ജലത്തിനുള്ളിൽ ഒളിച്ചു കിടക്കുന്നു. ആരാണ്? മീൻ കുഞ്ഞുങ്ങൾ. പെൺമീനുകൾ നമുക്കറിയാം, മീൻ കണ്ണടയ്ക്കത്തില്ലല്ലോ. അപ്പം പറയുന്നത് ദേവിയുടെ ഏഷണിയെ ഭയന്ന്, ഞങ്ങളുടെ കാര്യം വല്ലതും ആണോ പറയുന്നത്? ഞങ്ങളെക്കുറിച്ചാണോ പറയുന്നത്? ദേവിയുടെ കണ്ണ് കൊണ്ടുവന്നിട്ട് ചെവിയോട് എന്ന് പറയുകയാണോ? ചെവിയിൽ ചെന്ന് എന്താണ് പറയുന്നത്? ഞങ്ങളെക്കുറിച്ചുള്ള ഏഷണികളാണോ? ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്നൊക്കെ ഭയപ്പെട്ട് കണ്ണു ചിമ്മാതെ ജലത്തിനുള്ളിൽ ഒളിച്ചു കിടക്കുന്നു. ആര്? മത്സ്യങ്ങൾ. അതുപോലെ ഈ ലക്ഷ്മിയും അടയ്ക്കപ്പെട്ട ഇതളുകളാകുന്ന കവാടത്തോടു കൂടിയ കരിങ്കൂവളപ്പൂവിനെ പ്രാതകാലത്തിൽ ഉപേക്ഷിക്കുകയും രാത്രിയിൽ തുറന്ന് പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ എന്താ പറയുക, നീലത്താമര അല്ലെങ്കിൽ ആമ്പൽപ്പൂവ്, നീലത്താമര എന്താണ്? അത് രാത്രിയിലാണ് വിടരുന്നത്. രാവിലെ അത് കൂമ്പിപ്പോകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ലക്ഷ്മി ദേവിയുടെ പൂവെന്ന് പറയുന്നത് താമരയാണ് രാവിലെ സൂര്യനെ നോക്കി വിടരുന്നത്. അപ്പോൾ ഈ നീലത്താമര എന്ത് ചെയ്യും? അത് രാത്രിയിലേ വിടരുകയുള്ളൂ. അപ്പോൾ ലക്ഷ്മി ദേവി ഈ കരിങ്കൂവളപ്പൂവിൻ്റെ ഇതളിനെ കവാടങ്ങളെന്നാണ്, വാതിലുകളെന്നാണ് പറഞ്ഞത്. ആ വലിയ വാതിലുകളെ രാവിലെ പ്രഭാതകാലത്തിൽ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടോ പോവുക. ആര്? ലക്ഷ്മി ദേവി. എന്നിട്ട് രാത്രിയിൽ തുറന്ന് പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പെൺമീൻ കുഞ്ഞുങ്ങളും കരിങ്കൂവളപ്പൂക്കളും എന്താണ്? ഈ ദേവിയുടെ നേത്രങ്ങളെ രാത്രിയിൽ മീനുകൾ ജലത്തിൽ ഒളിച്ചു കിടക്കുന്നതും കരിങ്കൂവളം രാത്രിയിൽ വിടരുന്നതും എന്തിനു വേണ്ടിയാണ്? അവരുടെ ഈ രണ്ടുപേരുടെയും വിചാരം എന്താ? ദേവിയുടെ കണ്ണുകൾ ദേവിയുടെ ചെവിയുടെ അവിടെ വരെ പോയി നീണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെക്കുറിച്ചുള്ള ഏഷണി പറയാനാണോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ പെൺമീൻകുട്ടികൾ എന്താണ്? തങ്ങളെപ്പറ്റി ചെവിയിൽ ദേവി തങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയുകയാണോ എന്ന് നേത്രങ്ങളെ ഭയന്ന് കണ്ണ് ചിമ്മാതെ ശങ്കയോടുകൂടി വെള്ളത്തിനുള്ളിൽ സദാ ഒളിച്ചു കിടക്കുന്നു. അപ്പം ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആണോ ദേവിയുടെ കണ്ണുകൾ പറയുന്നത് എന്ന് ഭയന്ന് എന്താണ്? കണ്ണ് ചിമ്മാതെ എവിടെ കിടക്കുന്നു? വെള്ളത്തിനുള്ളിൽ ഒളിച്ചു കിടക്കുകയാണ്. അതുപോലെ ഈ ലക്ഷ്മി ദേവിയും പ്രഭാതകാലത്തിൽ അടയ്ക്കപ്പെട്ട പത്രപുടമാകുന്ന വാതിലോട് കൂടിയ, പത്രപുടമാകുന്നതെന്ന് വെച്ചാൽ ഇതളുകളോട് കൂടിയ ഇതളുകളാകുന്ന വാതിൽ, പത്രപുടം എന്ന് വെച്ചാൽ ഇതളുകൾ,
ഇതളുകളാകുന്ന വാതിലോട് കൂടിയ കരിങ്കുവളപ്പൂവിനെ ഉപേക്ഷിച്ച് വികസിതങ്ങളായ നിന്തിരുവടിയുടെ നയനേന്ദീവരത്തെ പ്രവേശിച്ച് അധിവസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദേവിയുടെ എന്താണ് കരിങ്കുവളപ്പൂവ് അടച്ചു വെച്ചിട്ട് അതിൽ നിന്നും ദേവി എവിടെ പോവുകയാണ്, എവിടെയോ പോവുകയാണ്. ഇപ്പം രാവിലെ തൻ്റേതായ ഇരിപ്പിടത്തിൽ വരും ദേവി. ഈ ലക്ഷ്മി ദേവി രാവിലെ പ്രഭാതമാകുമ്പോൾ തൻ്റേതായ ഇരിപ്പിടത്തിൽ വരുന്നത് എവിടെ നിന്നാണ്? രാത്രിയിൽ കരിങ്കുവളപ്പൂവിനെ കരിങ്കുവളപ്പൂ വിടരുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ അവിടെ നിന്നിട്ട് രാവിലെ ഇങ്ങി വരും. ഈ കരിങ്കുവളപ്പൂവിൻ്റെ വാതിലൊക്കെ അടച്ചിട്ട്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ദേവിയുടെ കണ്ണുകളെ ഉപമിക്കാൻ ഒരു നമ്മൾ പറയും മീനിനെ പോലെയുള്ള കണ്ണുകൾ, താമര ഇതളുകൾ പോലെയുള്ള കണ്ണുകൾ എന്നൊക്കെ സാധാരണ സ്ത്രീകളുടെ കണ്ണുകളെ വർണ്ണിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് ദേവിയുടെ കണ്ണുകളെ ഉപമിക്കാൻ ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ല, ദേവിയുടെ കണ്ണുകൾ മാത്രമാണ്. അപ്പം മീനുകൾ വിചാരിക്കും, നമ്മുടെ പേര് പറയാറുണ്ടല്ലോ, മീനിനെ പോലെ സുന്ദരമായ കണ്ണുകൾ, മീൻ കണ്ണുകളെ പോലെ ഇരിക്കുന്നു. അതുപോലെ എന്താ പറയുന്നത്, പൂവിനെ പോലെയുള്ള കണ്ണുകൾ എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ താമര പോലെയുള്ള കണ്ണുകൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ഉപമയൊന്നും ഞങ്ങൾക്ക് ചേർന്നതല്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദേവിയെ വെല്ലാൻ ആർക്കും കഴിയുകയില്ല. ദേവിയുടെ കണ്ണിനോളം ഉപമിക്കാൻ മറ്റൊന്നും ഇല്ല. തവാപർണേ കർണേ ജപനയന വൈശൂന്യചകിത നീലിയന്തേ തോയേ നീതമനിമേഷ ശഫരിക ഇയം ച ശ്രീബദ്ധർ ഛതപുടകപാടം കുബലേം ജഹാതി പ്രത്യുഷേ നിശിച വിഘടയ്യ പ്രവിശതി. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.